ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ രീതി, അതുപോലെ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു മാസമായിട്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും മഴ കൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചെടികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്ന പോലെ നമുക്ക് ഈ മഴയും മാറും, നമ്മുടെ പൂക്കളും ചെടികളൊക്കെ ഉഷാറായിട്ട് തിരിച്ചു വരും. എന്നാലും നമ്മുടെ ഒത്തിരി ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ പ്രകൃതി തന്നെ പല സ്ഥലങ്ങളിലും സ്ഥലമൊക്കെ ഒലിച്ചു പോയി. അങ്ങനെ ആകെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയിൽ, ആ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ഇപ്പോൾ മഴക്കാലത്ത് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് തീർന്നിരിക്കുന്ന കുറേ ഇലച്ചെടികളുണ്ട്. അപ്പോൾ പൂക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ചില ചെടികൾ നമ്മൾ പൊന്നുപോലെ നോക്കുകയും ചെയ്യണം. എങ്കിലും വലിയ കെയറിങ് ഇല്ലാതെ, എന്നാൽ അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ പൂന്തോട്ടത്തിൽ നല്ല അഴക് നൽകുന്ന ഒരു ചെടിയെ പറ്റിയിട്ടുള്ള കെയറിങ് ആണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. അത് അഗ്ലോണിമയാണ്. അഗ്ലോണിമ ചെടി ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കൊണ്ടുവന്ന ചീത്തയായി പോകുമോ, അത് പിടിച്ച് കിട്ടാതിരിക്കുമോ. അതുകൊണ്ട് തന്നെ ഞാൻ നാടൻ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് പോലുള്ള അഗ്ലോണിമ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒത്തിരി എത്രയോ വെറൈറ്റികളുണ്ട്. അതിൽ നിന്നും ഞാൻ സ്വന്തമാക്കിയിട്ടുള്ള 10 വെറൈറ്റി അഗ്ലോണിമ ഞാൻ നട്ട് അതിൽ നിന്ന് വിജയിച്ച് പോട്ടിമിക്സ് ഞാൻ തയ്യാറാക്കിയ പോട്ടിമിക്സിൽ നട്ട് പിടിച്ചതിന് ശേഷം അതിൻ്റെ പ്രോഗ്രസ്സും അതിൻ്റെ കെയറിങ്ങും ഒക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കെയർ ചെയ്തില്ലെങ്കിൽ ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അതേസമയം നാടൻ രീതിയിലുള്ള നമുക്ക് പെട്ടെന്ന് പിടിച്ചിട്ടുന്ന അഗ്ലോണിമ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഗ്രീനും റെഡ് ലിപ്സ്റ്റിക്കുമായിട്ടുള്ള ചെടി നമുക്ക് ഒത്തിരി പിടിച്ച് കിട്ടും. പക്ഷേ ഈ ഹൈബ്രിഡ് ഇനത്തിലുള്ള അഗ്ലോണിമ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാശമായി പോകും. ഒത്തിരി വില കൊടുത്ത് വാങ്ങുന്ന ചെടികളല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അഗ്ലോണിമയുടെ കളക്ഷൻസും നിങ്ങളെ കാണിക്കുന്നു, അതിന് ഞാൻ കൊടുത്ത കെയറിങ്ങും. ഓക്കെ, ഇതാണ് എൻ്റെ അഗ്ലോണിമ കളക്ഷൻസ്. നട്ടിട്ട് ഇപ്പോൾ 1.5 മാസമായി. നല്ല ഉഷാറായി, നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഓരോ ഇലകളുടെയും ഭംഗിയാണ്, അതായത് അതിൻ്റെ ഓരോ ഡിസൈനാണ് ഇതിന് കൂടുതൽ പ്രിയമുള്ളതാക്കി തീർക്കുന്നത്. അപ്പോൾ ഇത് നട്ടതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താണ്. അതുപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്ന പേരുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് അഗ്ലോണിമ റെഡ് കൂടുതലുള്ളതുകൊണ്ട് റെഡും പിന്നെ നമ്മുടെ പിങ്കും കൂടി കലർന്നൊരു കളറാണ്. എന്ത് രസമാണല്ലേ. അഗ്ലോണിമ റെഡ് സുന്ദരി. ഇത് അഗ്ലോണിമ ലേഡി വാലന്റൈൻ. എന്ത് രസമാണല്ലേ. ഡാർക്ക് പിങ്കും ഡാർക്ക് ഗ്രീനും കൂടി ഇങ്ങനെ ഇടകലർന്നിട്ട് ഓരോ ഇലയ്ക്കും പ്രത്യേകത, എന്തോ അതിൻ്റെ കളറുകൾ ഉള്ള മിക്സിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും ഇലകളിൽ പിങ്കിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ ഇത് അഗ്ലോണിമ ലേഡി വാലന്റൈൻ. ഇത് സ്പോട്ടഡ് എവർഗ്രീൻ, വൈറ്റും ഗ്രീനും ഇങ്ങനെ സ്പോട്ട് ചെയ്തുപോലെ കുത്തു പോലെ വീണെടുക്കുന്ന ഒരു തരത്തിലുള്ള ഡിസൈൻ. ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. എല്ലാ അഗ്ലോണിമയുടെ ഇലകൾക്കും പ്രത്യേക ഭംഗിയാട്ടോ. ഒത്തിരി എന്താ പറയുക, ഓരോ ഇലകളിലും ഡിസൈൻസ് തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ അഗ്ലോണിമയുടെ പേര് സ്പ്രിംഗ് സ്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡയമണ്ട് എന്നൊക്കെ പേരുണ്ട്. ഇതും വൈറ്റാണ് കുറച്ച് കൂടുതൽ ഡിസൈൻ, അതുകൊണ്ടായിരിക്കാം ആ മഞ്ഞിൻ്റെ ഒരു പ്രതീതി, ഒരു സ്പ്രിംഗ് സ്നോ എന്നുള്ള പേര് വന്നതെന്ന് തോന്നുന്നു. ഇത് റൂബി റേ അഗ്ലോണിമ. നമ്മുടെ റൂബി കല്ലിൻ്റെ ഒക്കെ ഒരു കളറാണ് ആ പിങ്കിന്, ഒരു പ്രത്യേക തരം കളറാണ്, അതുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് തോന്നുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഡീഫൻ ബാക്കിയ എന്ന് പറയും. ഇത് ഗ്രീനാണ് കൂടുതലും ഇതിനകത്ത് കളർ കൂടുതൽ വരുന്നത്. ഇടയ്ക്ക് ഒരു വൈറ്റ് ഡിസൈനും ഉണ്ട്. ഇതും നല്ല രസമാണ് കാണാൻ. ചിലതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. അഗ്ലോണിമ പല കളറുണ്ട്, പല വെറൈറ്റികളുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ പേര് അറിയില്ല. അറിയാവുന്ന പേരുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ അറിയാവുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാത്ത അഗ്ലോണിമയുടെ പേരുകൾ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഇനി നമുക്ക് ഈ അഗ്ലോണിമയുടെയൊക്കെ പോട്ടി മിക്സ് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഈ അഗ്ലോണിമ നടുന്നതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ സാധാരണ ഗ്രൗണ്ട് സോയിലാണ്. അപ്പം നമ്മൾ 4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. 4 ഭാഗത്തിൽ 4ൽ 2 ഭാഗം ഗ്രൗണ്ട് സോയിൽ, 1 ഭാഗം നമ്മുടെ മണൽ, ഒരു ഭാഗം നമ്മുടെ കൊക്കോപീറ്റ്,
കുറച്ച് ചാണകപ്പൊടി, പിന്നെ നമുക്ക് 2 പിടി എല്ലുപൊടി. ഏറ്റവും കൂടുതൽ നമുക്ക് മണ്ണിൻ്റെ കണ്ടൻറ്റാണ് വേണ്ടത് കേട്ടോ. ഒരു 2 പിടി എല്ലുപൊടി ഇട്ടാൽ മതി. പിന്നെ അതുപോലെ ഈ മണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള കീടാണുക്കളോ അല്ലെങ്കിൽ ചെടിയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി കുറച്ച് സാഫും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മണ്ണിൻ്റെ കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ. മണ്ണ് നന്നായിട്ട് കട്ടയായിട്ടിരിക്കാൻ മാത്രം നമ്മൾ മണലെടുത്താൽ മതി കേട്ടോ. എൻ്റെ മണ്ണ് കുറച്ച് മഴയൊക്കെ പെയ്ത് കട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വെള്ളം കെട്ടിക്കിടന്നാലോന്ന് ഓർത്തിട്ടാണ് ഞാൻ മണൽ ചേർക്കുന്നത്. അതുപോലെ കൊക്കോപ്പീറ്റ്, ഈ ചാണകപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പോട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ടുള്ള പോട്ട് അഗ്ലോണിമയ്ക്ക് നമ്മൾ നന്നായിട്ട് ഇത്തിരി വലിപ്പമുള്ള പോട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അഗ്ലോണിമ നല്ല വളർച്ചയുള്ള ചെടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് നമ്മുടെ ഇഷ്ടിക നുറുക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഓട്ട് നുറുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ നന്നായിരിക്കും. അത് ഡ്രൈനേജിന് സഹായിക്കും. നന്നായിട്ട് ഡ്രൈനേജുള്ള ചട്ടി തന്നെ എടുക്കാൻ നോക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നു. ഈ അഗ്ലോണിമയ്ക്കൊക്കെ ഇത്തിരി മണ്ണ് കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, അധികം എന്താ പറയുക വെള്ളം ഇച്ചിരി മണ്ണ് കട്ടിയായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ വേര് നന്നായിട്ട് പിടിച്ച് വന്നോളൂ. ഇപ്പം ഞാൻ ഈ നടാൻ പോകുന്ന ചെടി പോട്ടിൽ നിന്ന് മാറ്റുകയാണ്. കണ്ടല്ലോ, ഇത്രയും ചെറിയ ചട്ടിയിലായിട്ട് പോലും അത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാമായിരുന്നു. ഇത്രയും വലിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വലിയ കുഴപ്പമില്ല. ഇതിനകത്തും നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകേണ്ട നിറച്ച് മണ്ണ് മാത്രമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് നല്ല ചുവന്ന മണ്ണാണെങ്കിൽ ഏറ്റവും സൂപ്പറാട്ടോ. നമ്മുടെ തൊടിയിൽ കിട്ടുന്ന ചുവന്ന മണ്ണാണ് ഏറ്റവും സൂപ്പർ. കണ്ടോ, ഇപ്പോൾ ഈ ചെടി കണ്ടപ്പോൾ നോക്കി, ഇതിന് ചെറിയ മുളകളൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വലുതായി കഴിഞ്ഞാൽ വേറെ ചട്ടിയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ വെക്കുക. നല്ല ഭംഗിയാണ് ചെടിയുടെ ഇലകൾ. നമുക്ക് ആന്തൂര്യത്തിൻ്റെ ഒക്കെ ഒരു പ്രതീതിയായി ആന്തൂര്യത്തിൻ്റെ പൂക്കൾ കാണുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെ ഈ ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ചെടിത്തോട്ടം. എന്നിട്ട് ഇതുപോലെ ചട്ടിയുടെ 3/4 ഭാഗം മണ്ണ് നിറയ്ക്കുക. ഇതിന് വലിയ കെയറിങ്ങോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക, ആകെ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തടത്തും അതുപോലെ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. എന്നാൽ അത്യാവശ്യം സൺലൈറ്റ് കിട്ടണം, ബ്രൈറ്റ്, അതായത് വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മളിത് വെക്കുക. നമ്മുടെ ആന്തൂറിയും ചെടികളൊക്കെ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഇത് വെക്കുക കേട്ടോ. ഇതെല്ലാം നമ്മുടെ വീട്ടിലിപ്പോൾ ബുഷിയായിട്ട് നിൽക്കുന്ന, ഇതേപോലെ ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് അഗ്ലോണിമയ്ക്ക് നല്ല ഭംഗി. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അഗ്ലോണിമയാണ് അത്. നമ്മൾ ഇതുപോലെ ബുഷിയായതിനു ശേഷം നമുക്ക് വീണ്ടും അടുത്ത ഇതിലേക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ നീണ്ടു പോയിട്ടുള്ള കമ്പുകൾ നമുക്ക് മുറിച്ച് വേറെ ചട്ടിയിലേക്ക് നടാം. അപ്പോൾ ഇതൊരു ഒന്നും കൂടി ബുഷിയായിട്ട് വരും. അതിൻ്റെ ഈ കമ്പ്, ഈ മുകളിലേക്ക് പോയിട്ടുള്ള ഈ കമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈ മുറിച്ച ഭാഗത്തുനിന്ന് നമുക്ക് പുതിയ ഇലകൾ വരും. അപ്പോൾ ഇത് വീണ്ടും ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് നടാനായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. 1-2 തണ്ട് ഇലകൾ നമ്മളൊന്ന് നുള്ളിക്കളയുക. അതിനുശേഷം നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ഈ പോട്ടി മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് നട്ട് വെച്ചാൽ മാത്രം മതി. ഇത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ പിടിച്ചു വരും. നമ്മൾ ഇടയ്ക്ക് നനച്ച് കൊടുക്കുക. അഗ്ലോണിമ നട്ടതിന് ശേഷം എന്നല്ല, നമ്മൾ വെക്കേണ്ടത് എപ്പോഴും ഇൻഡോർ ആയിട്ടാണ് കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത്. അതുപോലെ നന്നായിട്ട് മഴ കിട്ടുന്ന, വെള്ളം ഒത്തിരി എപ്പോഴും വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തും വെക്കരുത്. നമുക്ക് ഹൈബ്രിഡ് ഇനത്തിലുള്ള അഗ്ലോണിമ ഒരിക്കലും നമ്മൾ മഴ നനയാനോ കൂടുതൽ വെയിൽ കൊള്ളാനോ വെക്കരുത് കേട്ടോ, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇതെനിക്ക് തോന്നുന്നു ഇൻഡോറായിട്ട് ഒത്തിരി ആളുകൾ ഇപ്പോൾ ഇത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഞാൻ ചെറിയ കമ്പുകളൊക്കെ ഇതേപോലെ ചെറിയ പോട്ടുകളിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലോ അടുക്കളയിലോ ഒക്കെ വെക്കാവുന്നതേ ഉള്ളൂ. വലിയ കെയറിങ് വേണ്ട. പിന്നെ ഇത് നട്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സിൽ ചേർത്തുന്ന വളമുണ്ടല്ലോ, അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്ക് 19 നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ കുറേ ഹെൽത്തി ആവാനും നല്ല കളർഫുൾ ഇലകൾ കിട്ടാനും നല്ലതാണ്. കാരണം അതിൻ്റെ പൊട്ടാസ്യത്തിൻ്റെയും നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 19 വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചത് ഇടയ്ക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. ഇത്രയൊക്കെ നമ്മൾ ഇതിന് വളം കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഇലകൾ പൊട്ടി നിറച്ചുണ്ടായിക്കോളും.
ഞാൻ ഈ അഗ്ലോണിമ വാങ്ങിയ നഴ്സറിയുടെ പേര് അഹറോൺ എന്നാണ്. അഹറോൺ നഴ്സറി നമ്മുടെ കറുകുറ്റിക്കും അങ്കമാലിക്കും ഇടയിലുള്ള ഇളവൂർ കവലയിലാണ് ഈ നഴ്സറി. ഹൈവേ കൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിലെ പോകുമ്പോൾ ഈ ചെടികൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ നഴ്സറിയിൽ കയറാവുന്നതാണ്. ഇവിടെ ഒത്തിരി സെറാമിക് പോട്ടുകളും അതുപോലെ നല്ല ഭംഗിയുള്ള ചട്ടികളും എല്ലാം ഉണ്ട്. അതുപോലെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം വളങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ നഴ്സറി അറിയാത്തവർ ഈ ഈ ലൊക്കേഷനിലുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും.